അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബ്ബാസി കാലഘട്ടത്തിലെ നസറുൽ അറബി, നസറിനെ കുറിച്ചാണ്. പ്രോസ് റൈറ്റേഴ്സ് ഓഫ് അബ്ബാസി പീരീഡ്. പ്രധാനമായിട്ട് അൽ ജാഹിൽ, ഇബ്നു അമീദ്, ഹരീറി എന്നുള്ള 3 പ്രധാനപ്പെട്ട ഗദ്യ രചയിതാക്കളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അബ്ബാസി കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് 4 സ്കൂൾസ് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. സാഹിത്യത്തിൻ്റെ 4 രീതികൾ. ഓരോന്നിനും അവരുടേതായ ആളുകളുണ്ടായിരുന്നു. ഒന്നാമത് ത്വരീഖത്ത് ഇബ്നുൽ മുഖഫഇൻ്റെ സ്കൂൾ, ആ ഒരു രീതി, സ്റ്റൈല്. ത്വരീഖത്ത് ഇമാം ജാഹിൽ, ത്വരീഖത്ത് ഇബ്നു അമീദ്, ത്വരീഖത്ത് ഖാലി ഫാളിൽ. ഈ 4 രീതികളാണുള്ളത്. പിന്നെ ഈ ഒരു ഇതിൽ പ്രധാനമായിട്ട് ഈ നസറിൽ അറിയപ്പെട്ട 3 പേര് ജാഹിലും ഇബ്നു അമീദും ഹരീറിയാണ്. ഹരീറി മഖാമാത്തുൽ ഹരീറിയൊക്കെ ഉണ്ടല്ലോ, മഖാമാത്തിൻ്റെ രചയിതാവ് കൂടിയായിട്ടുള്ള ഹരീറി. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ഇസ്ലാം ഒരുപാട് സമുദായങ്ങളിലേക്ക് വ്യാപിക്കുകയും സാഹിത്യത്തിലേക്ക് ആവശ്യമാവുകയും ചെയ്ത് ഒരുപാട് അറബി ഭാഷയുടെ ഒരു വ്യാപനത്തിലേക്കൊക്കെ അത് കാരണമായിട്ടുണ്ട്. അത് അവിടുത്തെ സിവിലൈസേഷൻ കാരണത്തിലുള്ള സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ദിറാസത്തിലൂടെ ഈ അറബി ഭാഷ പഠിക്കുന്ന അത് വ്യാപനത്തിലൂടെയൊക്കെ ഒരുപാട് കിതാബുകൾ രചിക്കുന്നതിലേക്ക്, മുഫസ്സലായിട്ടും മുഖ്തസറായിട്ടും ഷോർട്ടായിട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് കിതാബുകൾ രചിക്കുന്നതിലേക്ക്, അത് അറബി ഭാഷാ നിയമങ്ങളും അതിലാണ് ഡിക്ഷണറി രൂപത്തിലൊക്കെ ഭാഷകളുടെ വ്യാപനത്തിന് ആവശ്യമായ കൃതികൾ രചിക്കുന്നതിലേക്കൊക്കെ അത് നയിച്ചിട്ടുണ്ട്. പേർഷ്യക്കാർ പോലും അവരുടെ പേർഷ്യൻ ഭാഷയെ സജീവമാക്കുന്നതിനോടൊപ്പം അവർക്ക് അറബി ഭാഷയെ വിട്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അറബി ഭാഷ അത്രയും കൂടുതൽ വിശാലമാവുകയും അറബി ഭാഷ ഈ സമയത്ത് ഒരുപാട് എൽമിയായ ലഫ്ളുകളും പ്രയോഗങ്ങളും ടെർമിനോളജികൾ, പൊളിറ്റിക്കലായിട്ടുള്ള ടെർമിനോളജികൾ, എക്കണോമിക്കലായിട്ടുള്ള ടെർമിനോളജികൾ, അത് മറ്റ് ഭാഷയിൽ നിന്ന് എടുത്തിട്ടോ പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷയിൽ നിന്ന് എടുത്തിട്ടൊക്കെ ആയിട്ട്, അതല്ലെങ്കിൽ മറ്റ് അറബി ഭാഷയിൽ നിന്ന് മുഷ്തഖായിട്ടുള്ള പദങ്ങളായിട്ടും മറ്റും ഒരുപാട് വാക്കുകൾ പ്രയോഗത്തിലേക്ക് വന്നൊരു കാലം കൂടിയായിരുന്നു ഇത്. പേർഷ്യയിൽ നിന്ന് ഒരുപാട് വാക്കുകൾ കടമെടുത്തതൊക്കെ ഉണ്ട്. പിന്നെ അറബി ഭാഷ സാഹിത്യത്തിലെ ഒരു പൊതു സ്വാധീനം എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് 4 സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ത്വരീഖത്ത് ഇബ്നുൽ മുഖഫഇൻ്റെത് ഉണ്ടായിരുന്നു. അത് കൂടുതലായിട്ടും ആ കാലത്തെ ഒരു ട്രാൻസ്ലേഷനിലുണ്ടായൊരു സ്വാധീനം ഉണ്ടല്ലോ. ഇബാറത്തുകളും ജുംലകളൊക്കെ ഒരുപാട് എളുപ്പമാക്കുന്ന രൂപത്തിൽ സജ്ജാകൾ മായനയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ളൊരു രീതി, ശൈലിയായിരുന്നു ഇബ്നു മുഖഫഇൻ്റെ സ്റ്റൈലും. ജാഹിലിൻ്റെ സ്റ്റൈല് പറയുകയാണെങ്കിൽ അത് അറബികളുടെ ഇൽമ്, അദബ്, പിന്നെ അറബി ഭാഷയിലെ ഒരുപാട് സിവിലൈസേഷനുകളുടെ അവരുടെയൊക്കെ അതിലൊക്കെ ചേർന്നിട്ടുള്ള അറബി ഭാഷ, അതുപോലെ ഇൽമ്, അദബ്, പിന്നെ ജുംലകളും മറ്റൊരുപാട് പാരഗ്രാഫുകളായിട്ട് കാഫി ഒപ്പിച്ചും മുർസലായിട്ടും അങ്ങനെയായിട്ടുള്ള പല രീതികളിലൂടെ മാനയെ ഒരുപാട് രീതികളിലൂടെ വ്യാഖ്യാനിക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു ജാഹിലിൻ്റെതും. ഇബ്നു അമീദിൻ്റെത് പറയുകയാണെങ്കിൽ ഒരുപാട് വൈകാരികമായിട്ട് ഇമോഷണലായിട്ട് ടച്ചായിട്ടുള്ള ഒരു സ്റ്റൈലായിരുന്നു. അത് വസ്നൊപ്പിച്ചിട്ടുള്ള ഏകദേശം ഫ്രഞ്ചുകാരുടെ അടുത്തുള്ള ത്വരീഖത്തുൽ ഇത്ബാഇയ്യ എന്നുള്ള അതുമായി സാമീപ്യമുള്ള അല്ലെങ്കിൽ ഒരു സാദൃശ്യമുള്ള ഒരു സ്റ്റൈലായിരുന്നു അറബി ഭാഷയിൽ ഇബ്നു അമീദിൻ്റെ സ്റ്റൈൽ. ഒരു വിജ്ദാൻ, ഇമോഷണലുമായിട്ട് കൂടുതൽ ടച്ചുള്ളതായിരുന്നു. ഖാലി ഫാളിൻ്റെ രീതി കൂടുതലൊരു സുന്നത്ത്, കൂടുതൽ ബലാഗ, സാഹിത്യ ഭംഗിയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബയാനും ബദിയും സജുവും പര്യായ പദങ്ങളും ഒക്കെ കൂടുതൽ ഭംഗി ചേർത്ത് ആലങ്കാരികത കൂട്ടി വായിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചേർക്കപ്പെടുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇനി കൂടുതൽ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പരിചയപ്പെടണം. നമ്മൾ അബ്ദുല്ലാഹ് ഇബ്നു മുഖഫ ആദ്യമായിട്ട് ഖുതുബുൽ മന്തിഖ് ഇസ്ലാമിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. ഖലീലാവദ് ഇബ്നു അദബുൽ കബീർ, അദബുസ് സഗീറൊക്കെ അദ്ദേഹത്തിന് കൃതിയാണ്. അസ്മാഇ അബ്ദുൽ മലിക് ഇബ്നു ഖരീബ് അൽ ബാഹിലി, അസ്മാഇയാത്ത്, അൽദാദ് എന്ന പോലുള്ള കൃതികൾ. സഹൽ ഇബ്നു ഹാറൂൻ വലിയ ട്രാൻസ്ലേറ്ററും അതുപോലെ ഫിലോസഫറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ പറയുകയാണെങ്കിൽ ദീവാനു റസാഇൽ, അന്നമിർ വസ്സാലബ്, ഇഖ്വാൻ. പിന്നെ ഇബ്രാഹിം അസ്സൂലി, അതുപോലെ ജാഹിൽ, അബു ഉസ്മാൻ അംർ ബിൻ ബഹർ അൽ ജാഹിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ പറയുകയാണെങ്കിൽ അൽ ബുഖല, കിതാബുൽ ബുഖല, കിതാബുൽ ഹയവാൻ, അൽ ബയാൻ വത്തബീൻ. പിന്നെ ഇബ്നു ഖുത്തൈബ, അബു മുഹമ്മദ് അബ്ദുല്ലാഹ് ഇബ്നു ഖുത്തൈബ,
അദ്ദേഹം നാഖദൊരു ക്രിറ്റിക്സിൻ്റെ ആളായിരുന്നു, സാഹിത്യകാരനായിരുന്നു, ഫഖീഹും ആലിമൊക്കെ ആയിരുന്നു. അദബുൽ കാത്തിബ്, ഉയൂനുൽ അഖ്ബാറൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അബു ഫർജ് അൽ ഇസ്ഫഹാനി, ഇബ്നു അമീദ് പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു വസീറുൽ കബീർ, വലിയൊരു മന്ത്രിയൊക്കെ ആയിരുന്നു. ജാഹിദു സാനി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാൾ. അദ്ദേഹത്തിനെ പറ്റി പറയപ്പെടാറുണ്ട്, ബുദിയത്തുൽ കിതാബ് ബി അബ്ദുൽ ഹമീദ് വഖത്തിമത്ത് ബിബ്നി അമീദ്. ഇബ്ൻ അബ്ദുൽ ഹമീദിൽ നിന്നാണ് എഴുത്ത് സാഹിത്യം തുടങ്ങുന്നത്. ഇബ്ൻ അമീദിലൂടെ അത് അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ അവസാനം എന്നുവെച്ചാൽ വലിയൊരു മഹത്വം പറയാൻ. സ്വാഹിബ് ബിൻ അബ്ബാദ്, സ്വാഹിബ് എന്ന സ്ഥാനപ്പേര് നൽകപ്പെട്ട ഇസ്മായിൽ ബിൻ അബ്ബാദ് ഇൽമിലും ഫളിലും അങ്ങനെ വലിയ ഒരു കാര്യപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. ഇബ്ൻ അമീദ് വലിയൊരു എഴുത്തുകാരൻ. മുഹയ്യത്ത്, കാഫി, ഫിർ റസായിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പിന്നെ ഹമദാനി, ബദിഉസ്സമാൻ അൽ ഹമദാനി എന്നറിയപ്പെടുന്ന മക്കാമാത്തൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഹരീരി, അദ്ദേഹത്തിൻ്റെ മക്കാമാത്തിൻ്റെ അബു മുഹമ്മദ് ഖാസിം അൽ ഹരീരി മക്കാമാത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. ഖാലി ഫാളിൽ അബ്ദുറഹീം അൽ ബൈസാനി. പിന്നെ അടുത്ത ജാഹിദിനെ പറ്റി വിശദമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, അബു ഉസ്മാൻ അമ്രുബിൻ ബഹർ. ജാഹിൽ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിലുണ്ടായിരുന്നൊരു ഒരു കുഴി അല്ലെങ്കിൽ ഒരു താഴ്ച കാരണത്താൽ ജാഹിൽ എന്ന് പറഞ്ഞു. പിന്നെ ബസ്റയിലാണ് ജനിക്കുന്നത്. വലിയ ഒരു പാവപ്പെട്ടൊരു ഫാമിലി ആയിരുന്നു. ഒരുപാട് പഠിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ഫഖർ കാരണം, ദാരിദ്ര്യം കാരണം പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കടകളിലൊക്കെ രാത്രി നിന്നിട്ട് രാത്രികളിൽ പകൽ പണിയെടുക്കും, രാത്രി വായിക്കും, കടകളിലിരുന്ന് ഇങ്ങനെ വായിക്കും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ജനങ്ങളുമായിട്ട് കൂടുതലായിട്ട്, എല്ലാ വിഭാഗക്കാരുമായിട്ടും കൂടുതൽ ഇടപഴക്കം കാരണം വലിയ ഒരു എക്സ്പീരിയൻസും ഒരു ലോകപരിചയവും അതിൽ നിന്ന് വിജ്ഞാനമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ബസ്റയിലെ അങ്ങാടിയായ മിർബദ് അങ്ങാടി അദ്ദേഹം സന്ദർശിക്കുന്നു. പിന്നെ ഖലീഫ മഅ്മൂൻ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വേണ്ടി വായിച്ചു കൊടുത്ത സമയത്ത് വലിയ ഇഷ്ടം തോന്നുകയും ദീവാനുൽ റസായിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ആളുകളുമായിട്ടുള്ള ഇടപഴക്കം കുറയുന്നത് കാരണത്താൽ തന്നെ വെറും 3 ദിവസം കഴിഞ്ഞ ഉടനെ അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചു. മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് വസാറത്ത് ഏറ്റെടുത്ത സമയത്ത് അദ്ദേഹവുമായി കൂടുതൽ ഇടപഴക്കത്തിലാവുകയും അദ്ദേഹത്തിന് മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക്കിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജാഹിൽ കിതാബുൽ ഹയവാൻ സമർപ്പിക്കുന്നത്. അതിൻ്റെ പേരിൽ 5000 ദീനാർ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ സുരയിലേക്ക് പോയി അവിടെ ദിമഷ്ക്, അന്താക്കിയ, മിസ്രൊക്കെ സന്ദർശിച്ചു. ഒരുപാട് ആ ഒരു പൈസ ഉപയോഗിച്ചാണ് അവിടെ സന്ദർശിക്കുന്നത്. അങ്ങനെ ഒരുപാട് പരിചയങ്ങളുണ്ടായി. പിന്നെ ഖാദി അഹ്മദ് ബിൻ അബീ ദുആദിന് കിതാബുൽ ബയാൻ വത്തിബിയാൻ സമർപ്പിക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം അതിന് 5000 ദീനാർ ലഭിക്കുന്നു. ജാഹിൽ ഫതുഹ് ബിൻ ഖാഖാനെ സന്ദർശിക്കുന്നു, അവിടെ ചില കിതാബുകൾ കൊടുക്കുന്നു. ജാഹിലിന് പരിചയമുള്ള ഒരുപാട് ഇബ്രാഹിം ബിൻ സുലയെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന് സറഅൻ നഖൽ കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് 5000 ദീനാർ ലഭിക്കുന്നു. ഇങ്ങനെ ബന്ധങ്ങളിലൂടെ നേടി ഒരുപാട് അദ്ദേഹം നേടി. ജോലിയൊന്നും ഇല്ലെങ്കിലും ജോലിയിലൂടെ നേടിയതിനേക്കാൾ ഒരുപാട് ബന്ധങ്ങളിലൂടെ നേടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് വിനോദങ്ങളിലും ഒരു ലാവിഷായിട്ടുള്ള സന്തോഷങ്ങളിലും എൻ്റർടൈൻമെൻറ്റുകളിലൂടെ നടക്കുന്ന ഒരാളായിരുന്നു. അതിന് വലിയ ഇഷ്ടമായിരുന്നു ലഹവ് മജ്, അങ്ങനെ പാട്ട് പാടുക. അതുപോലെ കല്യാണം വെച്ചിട്ടില്ലെങ്കിലും കുട്ടികളൊന്നും ഇല്ലെങ്കിലും ഈ അടിമ സ്ത്രീകളുമായിട്ടുള്ള ഇടപഴക്കങ്ങൾ, ബന്ധപ്പെടലുകളൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അവസാനം ഫാലജ് രോഗം, തളർച്ചവാദം പെട്ടു. അവസാനം അങ്ങനെ സമറയിൽ നിന്നും ബസ്റയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവിടെയാണ് വഫാത്താവുന്നത്. ചിലർ പറയപ്പെടുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹം കിതാബ് മുത്താല ചെയ്യുന്നതിനിടയിൽ ആ വലിയൊരു കിതാബിൻ്റെ ഒരു പുസ്തക ശേഖരം അദ്ദേഹത്തിൻ്റെ തലയിൽ വീണ് അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ്റെ ഒരു ഇരയായിട്ട്, കിതാബിൻ്റെ കൂട്ടുകാരൻ്റെ ഇരയായിട്ടാണ് അദ്ദേഹം മാറുന്നത് എന്ന് പറയപ്പെടാറുണ്ട്. അത് നടന്നത്, അദ്ദേഹത്തിൻ്റെ വഫാത്ത് ഹിജറ 255 ക്രിസ്താബ്ദം 869. അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അദ്ദേഹം എല്ലാ ഇൽമും തേടിപ്പിടിച്ച് നടന്നൊരു വലിയൊരു പണ്ഡിതനായിരുന്നു. എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. ഫിലോസഫിയിലും തിയോളജിക്കലും, തബിഇയ്യാത്ത്, റിയാളിയാത്ത്, ഫലക്ക്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, അതുപോലെ അഖ്ലാഖ്, ഫറാസ, ഹയവാൻ, നബാത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് വലിയ രചനകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ചിലരൊക്കെ 360 കിതാബുകൾ അദ്ദേഹം രചിച്ചു എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ 160, അങ്ങനെ പലരും പല രീതികളിൽ പറയാറുണ്ട്. എന്നാലും അതൊക്കെ നമ്മളൊന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ കിതാബുൽ ഹയവാൻ്റെ മുഖദ്ദമയിലേക്കൊന്ന് നോക്കുകയാണെങ്കിലൊക്കെ
നമ്മൾക്ക് അത് നൂറിലേറുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എല്ലാം എന്തായാലും വലിയ രചനകളൊന്നുമല്ല, ചിലതൊക്കെ റിസാലകൾ മാത്രമാണ്. അതിൽ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് അറിയാൻ പറ്റിയ കിതാബുകൾ, ഒന്ന് കിതാബുൽ ബയാനി വ തിബിയാൻ, കിതാബുൽ ഹയവാൻ, പിന്നെ കിതാബുൽ മഹാസിനി വൽ അൽദാദ്, കിതാബുൽ ബുഖല, അതുപോലെ റസാഇൽ ജാഹിൽ. ഇതൊക്കെയാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് അറിവിലുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ. ഇൽമും അദബും മിക്സാക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇബ്നു ഹമീദ് പറയുന്നുണ്ട്, ഇന്നഹ തുഅല്ലിമുൽ അഖ്ല അവ്വലൻ വൽ അദബ സാനിയൻ. എന്തെങ്കിലുമൊക്കെ ഫാക്ച്വലായ കാര്യങ്ങൾ അദ്ദേഹം സാഹിത്യവുമായിട്ട് കൂട്ടിച്ചേർത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു, ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നെസ്സിനൊരു ഉദാഹരണമായിട്ട്, അദ്ദേഹത്തിൻ്റെ രചനയുടെ ഒരു ഉദാഹരണമായിട്ട് കിതാബുൽ ബുഖലയിലെ ഒരു ഭാഗം പറയുന്നുണ്ട്. വസഅമു, അവർ പറയുന്നു, അവർ കഥ പറയുന്നില്ലെങ്കിൽ അവരുടെ റിവായത്തിൽ ഇങ്ങനെയുണ്ട്, അന്നഹും റുബ്ബമാ തറാഫഖു വതസാമലു ഫതനാഹദു വതലാസമു ഫി ശിറാഇൽ ലഹം ഫഇദാ ഇശ്തറവു اللحم قسموه قبل الطبخ وأخذ كل إنسان منهم نصيبه. എല്ലാ വാക്കുകൾ ഒപ്പിച്ചിട്ടുള്ള നല്ല ഒരു നാടൻ കഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെയാണ് കിതാബുൽ ബുഖലയിൽ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ വാക്കർത്ഥങ്ങൾ അതിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ജാഹിലിനെ പറ്റി പറയാനുള്ളത്. ഇതിനടുത്തതായിട്ട് ഇബ്നു ഹമീദിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അബുൽ ഫളിൽ മുഹമ്മദ് അൽ കാത്തിബുൽ വസീർ അൽ കബീർ, ഇബ്നു ഹമീദ് എന്നുള്ള അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് ലഖബുള്ളത് ജാഹിൽ ഉസാനി, രണ്ടാം ജാഹിൽ ദി സെക്കൻഡ് എന്ന ഒരു സ്ഥാനപ്പേര് അദ്ദേഹത്തിനുണ്ട്. മദീനയിൽ ജീവിച്ചു. പിന്നീട് ഒരുപാട് പഠനത്തിന് താല്പര്യം, ഹിക്മത്തിലും നുജൂമിലൊക്കെ ആയിട്ട് ഒരുപാട് മുഴുകി. അദബിൽ, കിതാബ് സാഹിത്യത്തിലും രചനയിലൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ വലിയ നൈപുണ്യം നേടി. അദ്ദേഹത്തെ പറ്റിയാണല്ലോ ആലിബി പറയുന്നത്, ബുദിയത്തിൽ കിതാബ് ബി അബ്ദുൽ ഹമീദ് വ ഖുതിമത്ത് ബി ഇബ്നുൽ ഹമീദ്. ഈ കിതാബ് രചന, ഒരു സാഹിത്യം തുടങ്ങുന്നത് അബ്ദുൽ ഹമീദിൽ നിന്നാണ്. അത് ഇബ്നു ഹമീദോട് അവസാനിക്കുകയും ചെയ്തപ്പോൾ അത്രയും വലിയ അദ്ദേഹത്തിൻ്റെ മഹത്വം പറയാൻ. ഇബ്നു ഹമീദ് ഏകദേശം 33 വർഷത്തോളം ബുവൈഹിദ് ഡൈനാസ്റ്റിയുടെ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചു. പിന്നീട് വലിയ സേനാനായകനും ഒക്കെ ആയി. വലിയ ആലിമും സാഹിത്യകാരനും വലിയ പണ്ഡിതനൊക്കെ ആയിരുന്നു. സാഹിബ് ഇബ്നു അബ്ബാദ് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ അൽദൗല, അദ്ദേഹത്തിൻ്റെ മകൻ ഇബ്നു അബുൽ ഫത്തഹ്, ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച ആളുകളാണ്. വലിയ ഉസ്താദായിരുന്നു അദ്ദേഹം ഇബ്നു ഹമീദ്. അദ്ദേഹം ഒരുപാട് പഠിച്ചു. പിന്നീട് ഇബ്നു ഹമീദിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു മഹത്വം അദബുൻ നഫ്സ് വസഅത്തുൽ ഇൽമി വഖില്ലത്തുൽ കലാമി ഇൻദ സുആൽ. സ്വന്തത്തെ മനസ്സിലാക്കുകയും നല്ല വിശാലമായ വൈജ്ഞാനിക ജ്ഞാനവും, അതുപോലെ പക്ഷെ സംസാരമൊക്കെ വളരെ കുറവ്, ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു പ്രകൃതമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയാറ്, ഇദാ സുഇല അജാബ ബിമാ യശ്ഫി സുദൂർ. വളരെ കുറച്ച് സംസാരിക്കുള്ളൂ, ചോദിച്ചാൽ ഉത്തരം പറയും. ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന രൂപത്തിൽ, സാറ്റിസ്ഫൈങ് ആയ രൂപത്തിൽ അദ്ദേഹം ഉത്തരം പറയും. അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ഖൈറുൽ ഖൗലി മാ അഗ്നാക ജിദ്ദുഹു വ അൽഹാക ഹസ്ലുഹു എന്ന് പറയുന്നത്. സംസാരങ്ങൾ ഏറ്റവും കൂട്ടത്തിൽ ഏറ്റവും നല്ല സംസാരം എന്ന് പറയുന്നത് കാര്യമായി സംസാരിക്കുമ്പോൾ അത് നിനക്ക് മതിയാകുന്നതും, തമാശ പറയുകയാണെങ്കിൽ നിനക്ക് തമാശയിലായിട്ട് വിനോദത്തിലായി കൂടാൻ പറ്റിയ സംസാരമായിരിക്കും എന്നുള്ളതാണ്. ഇബ്നു ഹമീദിൻ്റെ രചനകളെ പറ്റി പറയുകയാണെങ്കിൽ, അൽ ഖൽഖു അൽ ഖുലുഖു, ദീവാനു ഫിൽ ലുഗ, ദീവാനുർ റസാഇൽ, അൽ മദ്ഹബ് ഫിൽ ബലാഗാത്ത് ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഇബ്നു ഹമീദിൻ്റെ സ്റ്റൈല് ഒരു അരിസ്ട്രോക്രാറ്റിക്, കൂടുതലായിട്ട് നീട്ടി പറയുന്ന ഒരു ഇത്നാബിയായ ഒരു സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നമ്മൾ ജാഹിലിൻ്റെ സ്റ്റൈൽ പറഞ്ഞു, ഇൽമ അദബിനായിട്ട് മിക്സാക്കുന്നൊരു സ്റ്റൈൽ. ഇത് ഇത്നാബിൻ്റെ സ്റ്റൈലാണ് ഇദ്ദേഹത്തിൻ്റെ, ഇബ്നു ഹമീദിൻ്റെത്. ഓരോ ലഫ്ളും ഓരോ സൂറത്തും വളരെ കൃത്യമായി ചിത്രീകരിച്ചും വരച്ച് കാണിച്ചും തരുന്ന ഒരുപാട് മ്യൂസിക്കൽ സ്റ്റൈൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റൈലാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടുണ്ടായത്. സജാകൾ ഒപ്പിച്ചുകൊണ്ട് ഒക്കെയുള്ള സ്റ്റൈല് എന്ന് വേണമെങ്കിൽ പറയാം. ഇബ്നു ഹമീദിൻ്റെ ഇബ്നു ബൽക്കൊക്കെ എഴുതിയ റിസാല, അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്, പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. കിതാബി അന മുതറജ്ജിഹൻ ബൈന തംഇൻ ഫീക വയഅസിൻ മിൻക വയഖബാലിൻ അലൈക. അത് ഇബ്നു ബൽക്ക റുക്നുദ്ദൗലയെ എതിർത്ത് എന്തോ കാര്യം ചെയ്തതിൻ്റെ പേരിൽ അയക്കുന്ന റിസാലയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയും എന്നാൽ നിന്നെ വളർത്ത് നിരാശയൊക്കെ ഉണ്ട്, ദേഷ്യമുണ്ട് എന്നാൽ പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ നിനക്ക് അയക്കുന്ന കത്താണിത്. ഫഇന്നക തദില്ലു ബിസാബിഖി ഹുർമത്തിൻ വതമുത്തു ബിസാലിഫി ഖദമത്തിൻ ഐസറുഹുമാ യുജിബ്. നല്ല രസകരമായിട്ടുള്ള കണ്ണിങ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു എഴുത്തെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്.
അതിൻ്റെ കൃത്യമായ അർത്ഥങ്ങളും വാക്കർത്ഥങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരാളാണ് ഹരീറിയെ പറ്റി പറയുകയാണെങ്കിൽ അബു മുഹമ്മദ് അൽ ഖാസിം ഇബ്നു അലി അൽ ഹരീരി ബസ്വറക്കാരനാണ്. വലിയ കവിയൊക്കെ ആയിരുന്നു. ഒരുപാട് എഴുതുകയും കുറച്ച് കവിതകൾ കാത്തിബൻ മുക്സിർ വഷാഇറുൻ മുഖിൽ കസീറായിട്ട് എഴുതുകയും കലീലായിട്ട് ഷെയർ പറയുകയും ചെയ്ത ബദിഉസ്സമൻ അൽ ഹമദാനിയെ പോലുള്ള ഒരാൾ. പിന്നെ അദ്ദേഹം ഇബ്നു ഹമീദിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഒരുപാട് മക്കാമാത്തുകളുടെ രചയിതാവാണ്. സാഹിബുൽ മക്കാമാത്ത് അൽ ഹരീറി ഉണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ നമുക്ക് കാണാൻ പറ്റും, നസറുകൾ കാണാൻ പറ്റും. മഷാൻ എന്നുള്ളത് ബസ്വറയുടെ അടുത്തൊരു ഗ്രാമത്തിലാണ് അദ്ദേഹം ഹരീറി ജനിക്കണത്. വളർന്നപ്പോൾ ബസ്വറയിലേക്ക് പോയി. അവിടുന്ന് ഉലമാക്കളിൽ നിന്ന് ഇൽമും അദബൊക്കെ പഠിച്ചു, ഭാഷ പഠിച്ചു. അബു തമാം മുഹമ്മദ് ബിൻ ഹസൻ അബുൽ ഖാസിം ഫളുൽ ഖസ്വാനി ആളുകളിൽ നിന്നൊക്കെ പഠിച്ചു. ബഗ്ദാദിലേക്ക് വന്നു, അവിടുന്ന് പഠിച്ചു. പിന്നീട് ദീവാനുൽ ഖിലാഫത്തിൽ അദ്ദേഹം സ്ഥാനമേറ്റെടുത്തു. ഹരീരി വലിയ ഐശ്വര്യം, നല്ല ആഡംബര ജീവിതം, ഒരു ഐശ്വര്യ ജീവിതമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരുന്നു. വലിയ ഈന്തപ്പനകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ വർക്കുകളോടൊപ്പം അദ്ദേഹത്തിന് തൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അബുൽ അബ്ബാസ്, മുഹമ്മദ്, അബ്ദുള്ള എന്നുള്ള 2 കുട്ടികൾ. അദ്ദേഹം എഴുത്ത് നിർത്തി, മക്കാമാത്ത് രചന നിർത്തിയ ഉടനെ ബഗ്ദാദിൽ നിന്നൊരു കൂട്ടം ആളുകൾ വരികയും അവർക്കത് വായിച്ചെടുക്കുകയും ചെയ്തു. അത് സ്പെയിനോളം അത് വ്യാപിച്ചു. ആ ഒരു മക്കാമാത്തിൻ്റെ പ്രശസ്തി വ്യാപിച്ചു. ഒരുപാട് ആളുകൾ കേൾക്കാൻ വേണ്ടി വന്നു. അവർ അവരുടെ നാടുകളിൽ പോയി ഈ സാഹിത്യകാരന്മാർക്കും ആലിമീങ്ങൾക്കും ഈ മക്കാമാത്തുൽ ഹരീരി പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ വ്യാപനം അവർ ഏറ്റെടുത്തു, പ്രചാരകരായി. അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റി പറയാൻ ഒരുപാട് വർക്കുകളുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ അദബ എന്നുള്ള കൃതിയിൽ യാഖൂത്തുൽ ഹമവി പറയുന്നുണ്ട് ഹരീറിയുടെ 2 റിസാലയെപ്പറ്റി. ഒന്ന് യഹ്ദർ റിസാലത്തിൽ റിസാലത്തു സീനിയ എന്ന് വെച്ചാൽ അതിൽ എല്ലാ കലിമത്തിലും സീൻ എന്നുള്ള ഹർഫുണ്ട്. മറ്റൊന്ന് റിസാലത്തു ഷീനിയ, എല്ലാ കലിമത്തിലും ഷീൻ എന്നുള്ള ഹർഫുണ്ട്. മറ്റ് കൃതികളാണ് ദുർറത്തുൽ ഖവാസ് ഫി ഔഹാമിൽ ഖവാസ്, പിന്നെ മൽഹത്തുൽ അറാബ് ഫി സിനാഅത്തുൽ ഇഅറാബ്, സുദൂറു സമാനിൽ ഫുതൂർ വ ഫുതൂറു സമാനിൽ സുദൂർ. അതുപോലെ മഖാമാത്തുൽ ഹരീരി പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ബദിഉസ്സമാനിൽ ഹമദാനി ഒരു മഖാമാത്തിൻ്റെ ഒരു മുബദി ആയിരുന്നുവെങ്കിൽ, ഒരു തുടക്കക്കാരനോ ഒക്കെ ആയിരുന്നുവെങ്കിൽ, ഹരീരി അതിൻ്റെ ഒരു നന്നാക്കിയ ഒരാളാണ്. മുജവ്വിദ് എന്നൊക്കെ ആണെങ്കിൽ പറയാം പറ്റി. ഒരുപാട് സാഹിത്യകാരന്മാർ ഇത് പഠിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. മഖാമാത്തുൽ ഹരീരിയിലെ ഒരു ബത്തൽ അല്ലെ റാവി എന്ന് പറയുന്നത് ഹാരിസ് ബിൻ ഹമ്മാം എന്നുള്ള ആളാണ്. അദ്ദേഹമാണ് അഖ്ബാറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഇതിൽ മാറുന്നത്. അബൂ സെയ്ദ് സിറോജി മഖാമാത്തുൽ ബഗ്ദാദി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹാരിസ് ബിൻ ഹമ്മാം റിപ്പോർട്ട് ചെയ്യുന്നത് സമർത്ത് ബിൽ കൂഫ ഫി ലൈലത്തിൻ അദീമുഹാ ദൂ ലൗനൈനി വഖമറുഹാ കതഅവീദിൻ മിൻ ലുജൈനിൻ വഅറുഫ്ഖത്തിൻ ഗുദൂബി ലബാനിൽ ബയാനി വസഹബു അലാ സുഹബാന ദൈലിൻ നിസ്യാനി. രാത്രിയുടെ ഒരു സമയത്ത് പുറപ്പെട്ട ഒരു കഥ പറയുന്ന സ്ഥലത്ത് പല രസജൊക്കെ ഒപ്പിച്ച്, അക്ഷരങ്ങൾ ഹർഫുകൾ ഒപ്പിച്ച്, എന്നാലോ വലിയ സാഹിത്യ ഭംഗികളൊക്കെ കൂട്ടിച്ചേർത്ത് പ്രയോഗങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ള കൂടുതൽ വർണ്ണനകളുള്ള പ്രയോഗങ്ങൾ, നേരെ പറയാത്ത വർണ്ണനകളൊക്കെ കൂട്ടിച്ചേർത്തുള്ളൊരു ഭാഗം, ഒരു സാഹിത്യ രചനയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിന് കാണാം. ഇതിൻ്റെ വാക്കർത്ഥങ്ങളുടെ ഇടയിലുണ്ട്, നോക്കി വിശദീകരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നത് ജാഹിദിൻ്റെ ഇബ്നു ഹമീദിൻ്റെ അഥവാ ഹാരിസ് ബിൻ ഹമ്മാം റിപ്പോർട്ട് ചെയ്യുന്ന ഹരീറയുടെ ഭാഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പിന്നെ ചോദ്യോത്തര വേളയിൽ പറയുന്ന 4 പ്രധാനപ്പെട്ട നസറിൻ്റെ സ്റ്റൈലുകൾ, എഴുത്തിൻ്റെ രൂപങ്ങൾ, രീതികൾ പറയുന്നു. നമ്മൾ പറഞ്ഞു ഇബ്നു മുഖഫൈൻ്റെതും പിന്നെ ജാഹിദിൻ്റെതും ഇബ്നു ഹമീദിൻ്റെതും പിന്നെ ഖാലിഫാദിൻ്റെ ഒക്കെ ആയിട്ടുള്ള 4 രീതികൾ നമ്മൾ പറഞ്ഞു. ഉസ്താദ് അബ്ബാസിയുടെ തുറാഇഖുൽ അർബഅ ലിന്നസ്റിൽ ഫന്നി. 4 കുത്താബിനെ പറ്റി പറയുകയാണെങ്കിൽ ഇബ്നു മുഖഫ, പിന്നെ ജാഹിദ്, ഹരീറി, അതുപോലെ ഇബ്നു ഹമീദ്, സാഹിബ് ഇബ്നു അബ്ബാദ്, അതുപോലെ അസ്മായി എന്നുപോലെ കുറച്ച് ആളുകൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അവരുടെ വർക്കുകളും പറയാൻ അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു വെച്ച് അവിടെ നിന്ന്. പിന്നെ ജാഹിദിനെ പറ്റി പറയാറുണ്ട് ഇന്നഹാ തുഅല്ലിമുൽ അഖല അവ്വലൻ വൽ അദബ സാനിയൻ എന്ന് പറഞ്ഞു. സാലിബിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ പറഞ്ഞ ആൾ. പിന്നെ ജാഹിദിൻ്റെ സ്റ്റൈല് ഇൽമിനെ അദബിനായിട്ട് മിക്സാക്കുന്ന ഒരു സ്റ്റൈല്. പ്രധാനപ്പെട്ട കിതാബുൽ ബുഖല, കിതാബുൽ ഹയവാൻ, കിതാബുൽ ബയാൻ വത്തിബിയാൻ. പിന്നെ ആലി പറയുന്ന കിതാബത്തിനെ കുറിച്ച് ബുദിയത്തിൽ കിതാബത്തു ബി അബ്ദുൽ ഹമീദ് വഖുത്തിമത്ത് ബിൻ ഹമീദ് എന്നുള്ള ഒരു കോട്ടിങ്. ജാഹിദ് സാനി എന്നറിയപ്പെടുന്നത് ഇബ്നു ഹമീദ്.
ഇബ്നു ഹമീദിൻ്റെ പ്രധാനപ്പെട്ട റിസാലത്തുൽ മഷ്ഹൂറയിലെ ഇബ്നു ബൽക്ക എന്തിനാണ് എഴുതിയത്? അദ്ദേഹം ഇബ്നു ബൽക്ക റുക്കുനുദ്ദൗലയെ എതിർത്ത് ഇസ്തിഅസ എതിർ മഅസിയത്ത് എതിർ ധിക്കാരം കാണിച്ചെന്തോ ഒരു ആക്ഷൻ എടുത്തതിൻ്റെ പേരിൽ ഹിഫ്ളുൽ മഖാമാത്ത് കൂടുതലായിട്ട് മഖാമാത്തുൽ ഹരീരി ആളുകൾ സാഹിത്യകാരന്മാരൊക്കെ ഹിഫ്ളാക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ ഒരു പ്രാധാന്യം കാരണം. മഖാമത്തുകൾ എഴുതിയ പ്രധാനപ്പെട്ട ആളുകളിലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ ഇതുവരെ പറഞ്ഞു വെച്ചത്. ഇനി ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതലായിട്ട് വായിച്ചാലും പാഠഭാഗം വായിച്ചാൽ കൂടുതലായിട്ട് മനസ്സിലാകും ഇൻഷാ അള്ളാഹ്. ഏതായാലും അടുത്ത പാഠഭാഗത്ത് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.